ഇനി ടെക് ലോകത്തെ വാർത്തകൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനകത്ത് വൻ മത്സരം സൃഷ്ടിച്ചുകൊണ്ട് ഗൂഗിൾ ജെമിനി 3 പുറത്തിറക്കി. ഈ ആഴ്ച മുതൽ ജെമിനി ആപ്പിലും സെർച്ച് ഇൻ AI മോഡിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും പുതിയ പതിപ്പ് ലഭ്യമാകും. മുൻ പതിപ്പായ ജെമിനി 2.5 പുറത്തിറക്കി ഏകദേശം 8 മാസത്തിനു ശേഷമാണ് കൂടുതൽ ശക്തിയേറിയ ജെമിനി 3 അവതരിപ്പിക്കുന്നത്. ChatGPT 5.1, ക്ലോഡ് ഗ്രോക്ക് തുടങ്ങിയ എതിരാളികളുമായി മത്സരിക്കാൻ വേണ്ടിയാണ് ജെമിനി 3 ഗൂഗിൾ സജ്ജമാക്കിയിരിക്കുന്നത്. ഒരു ജെമിനി റിലീസ് പ്രഖ്യാപിക്കുന്ന നിമിഷം തന്നെ ഇത് എല്ലാ ഉപഭോക്തൃ കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമുകളുമായും സംയോജിപ്പിക്കുന്നത് ഇതാദ്യമായാണ്. പുതിയ AI മോഡൽ സാധാരണ ഉപഭോക്താക്കൾക്ക് കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിലാണ് ഗൂഗിൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജെമിനി 3 ആക്സസ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമാർഗം സെർച്ചിലെ AI മോഡാണ്. ചോദ്യത്തെക്കുറിച്ച് സമഗ്രമായ ധാരണയോടെയുള്ള പ്രതികരണങ്ങൾ ലഭിക്കുമെന്നും ദൃശ്യങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുമെന്നും ഗൂഗിൾ പറയുന്നു. മൊബൈൽ ആപ്പിൽ ജെമിനി 3 അപ്ഗ്രേഡുകൾ വ്യക്തമാകും. AI ഏജന്റുമാരെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ട് ജെമിനി ഘടകങ്ങൾ ഗൂഗിൾ ക്രോമിലും ചേർത്തിട്ടുണ്ട്. ജെമിനി 3യുടെ ലോഞ്ചിനൊപ്പം ഗൂഗിൾ ആന്റിഗ്രാവിറ്റി എന്ന പുതിയ ഏജന്റ് AI പ്ലാറ്റ്ഫോമും അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പുതിയ മോഡലിന് അതിന്റെ ഉപയോഗ സാധ്യത മെച്ചപ്പെടുത്താനും കൂടുതൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും കഴിയും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആപ്പിൾ പ്രേമികളെ കൂടുതൽ ആധുനികരാക്കുന്നതിനായി പുതിയ ഐഫോൺ പൗച്ച് പുറത്തിറക്കി കമ്പനി. ഈ ഫാഷൻ ആക്സസറിയുടെ പേര് ഐഫോൺ പോക്കറ്റ് എന്നാണ്. പ്രശസ്ത ജാപ്പനീസ് ഫാഷൻ ഡിസൈനർ ഇസി മിയാക്കെയുമായി സഹകരിച്ചാണ് ആപ്പിൾ ഈ ചെറിയ തുണിസഞ്ചി സൃഷ്ടിച്ചത്. ആപ്പിൾ പ്രേമികളെ മോഡേണാക്കാൻ പുത്തൻ ഐഫോൺ പൗച്ച് പുറത്തിറക്കിയിരിക്കുകയാണ് കമ്പനി. ഐഫോൺ പോക്കറ്റ് എന്നാണ് ഈ ഫാഷൻ ആക്സസറിയുടെ പേര്. പ്രമുഖ ജാപ്പനീസ് ഫാഷൻ ഡിസൈനറായ ഇസി മിയാക്കെയുമായി സഹകരിച്ചാണ് ഈ ചെറിയ തുണിസഞ്ചി ആപ്പിൾ തയ്യാറാക്കിയത്. എന്നാൽ ആപ്പിളിന്റെ ഐഫോൺ പോക്കറ്റ് വലിയ വിമർശനം നേരിടുകയാണ്. വളരെ ഉയർന്ന വില തന്നെ ഇതിന് കാരണം. $229.95 അഥവാ $20,379 ഇന്ത്യൻ രൂപയാണ് ക്രോസ് ബോഡി ഐഫോൺ പോക്കറ്റിന് വില. കൈത്തണ്ടയിൽ ധരിക്കുകയോ അല്ലെങ്കിൽ ബാഗിനൊപ്പം കെട്ടിയിടാനോ ശരീരത്തിൽ ധരിക്കാനോ ഐഫോൺ പോക്കറ്റ് കൊള്ളാമെന്ന് ആപ്പിൾ പറയുന്നു. എല്ലാ ഐഫോൺ മോഡലുകളുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ വിവിധ നിറങ്ങളിലാണ് ഐഫോൺ പോക്കറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നും ആപ്പിൾ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഫ്രാൻസ്, ചൈന, ഇറ്റലി, ജപ്പാൻ, സിംഗപ്പൂർ, ദക്ഷിണ കൊറിയ, UK, US എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആപ്പിൾ സ്റ്റോറുകളിലാണ് ഐഫോൺ പോക്കറ്റ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇലക്ട്രിക് വാഹന വിപണിയിൽ പുതിയൊരു ക്രൂയിസർ മോഡലുമായി കോമാക്കി. പൂർണ്ണ മെറ്റൽ ബോഡിയോടും ദൈർഘ്യമേറിയ റേഞ്ചോടും കൂടിയാണ് MX-16 Pro ഇന്ത്യൻ വിപണിയിൽ എത്തിയിരിക്കുന്നത്. സ്റ്റൈൽ, കുറഞ്ഞ പ്രവർത്തന ചെലവ് എന്നിവ ഓർമ്മിപ്പിക്കുന്നതാണ് പുതിയ മോഡലെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ഇലക്ട്രിക് ക്രൂയിസർ വിഭാഗത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന പുതിയ മോഡലാണ് കോമാക്കിയുടെ MX-16 Pro. 1,69,999 എക്സ് ഷോറൂം വിലയിലെത്തിയിരിക്കുന്ന ഈ ബൈക്കിന് പൂർണ്ണ മെറ്റൽ ബോഡിയാണ് നൽകിയിരിക്കുന്നത്. ദൈർഘ്യമേറിയ ഫ്രെയിം, സുഖപ്രദമായ വീതിയേറിയ സീറ്റ്, കുറഞ്ഞ വൈബ്രേഷൻ മോട്ടോർ, ക്ലാസിക് ക്രൂയിസർ സ്റ്റാൻഡ്സ് എന്നിവയാണ് പ്രധാന ഹൈലൈറ്റുകൾ. 2 കളർ ഓപ്ഷനുകളിലും മോഡൽ ലഭ്യമാകും. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയും 160 മുതൽ 220 കിലോമീറ്റർ വരെ റേഞ്ചും ബൈക്ക് നൽകുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. 4.5 കിലോവാട്ട് ബാറ്ററി പാക്ക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 200 കിലോമീറ്റർ സഞ്ചരിക്കാൻ MX-16 Proയ്ക്ക് 15 രൂപ മുതൽ 20 രൂപ വരെ മാത്രം ചിലവാകുമ്പോൾ അതേ ദൂരം പെട്രോൾ ബൈക്കിന് ഏകദേശം 700 രൂപ വരെ ചെലവ് വരുമെന്നാണ് കോമാക്കി വിലയിരുത്തുന്നത്. സ്റ്റൈലോടെയും കാര്യക്ഷമതയോടെയും ഒരു ഇലക്ട്രിക് ക്രൂയിസർ തേടുന്നവർക്ക് MX-16 Pro ഒരു പുതിയ ഓപ്ഷനായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.